എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. പുതിയ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടിപൊളി ഒരു ലഞ്ച് കിറ്റല്ലേ, കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെയില്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു ലഞ്ച് കിറ്റ് വീട്ടിൽ ഈസി ആയിട്ട് തയ്ച്ചെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 2 പീസ് തുണിയുടെ നടുക്ക് ഭാഗത്തായിട്ട് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറുണ്ടല്ലോ, കട്ടിയുള്ള കവർ, ആ കവർ ചേർത്ത് വെച്ച് അതിൻ്റെ 4 അരികും പിന്നെ ഇടയ്ക്കൂടെ തയ്യലിട്ടെടുത്തിരിക്കുന്നതാണ് കേട്ടോ. താഴ്ഭാഗത്ത് ലൈനിങ് വെച്ചിട്ടുണ്ട്, മേൽഭാഗത്ത് നമ്മുടെ കിറ്റിൻ്റെ തുണി, നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ, അത് ചേർത്ത് വെച്ചാണ് ഞാൻ ഈ തുണി തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. താഴോട്ടുള്ള നീളം വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളത്തിലാണ് ഈ തുണി എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക സൈഡിൽ. അതേപോലെ തന്നെ മേൽഭാഗത്തും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതും ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്തൊരു പീസിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വള്ളി വേണം, അപ്പോൾ അതിനുള്ള വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 25 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതിയിലാണ് ഈ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വള്ളി ഇതുപോലൊക്കെ എല്ലാവർക്കും തയ്ക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് വള്ളി തയ്ക്കുന്ന വീഡിയോ കാണിക്കാത്ത കേട്ടോ. ഇതുപോലെ ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ നടുക്ക് ഭാഗത്ത് ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്യുക. അതിനുശേഷം നമുക്ക് ടേപ്പ് എടുത്തിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഒരു 2 ഇഞ്ച് താഴ്ചയിൽ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നടുക്ക് ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് 2 ഇഞ്ച് അകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തുണിയിൽ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ അടുത്ത പീസ് തുണിയിലും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വള്ളി എടുത്തിട്ട് വള്ളിയുടെ തുമ്പ് ഇതുപോലെ മടക്കി വെച്ചും കൊണ്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് വള്ളി ഇതുപോലെ മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം 2 അരികും അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല, ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണം കേട്ടോ. 2 വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് ആ വള്ളി ഇങ്ങനെ മടക്കി അകത്തോട്ട് വെച്ചിട്ട് അതിങ്ങനെ നമുക്കൊന്ന് ഇതുപോലെ നടുക്ക് ഭാഗത്തുനിന്ന് വീണ്ടും ഒന്നിങ്ങനെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് ചോക്കും കൊണ്ട് ആദ്യം ഒന്ന് അടയാളം ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇപ്പം നടുക്ക് ഭാഗത്ത് നമ്മൾ അടയാളം ചെയ്ത് അവിടെ നിന്ന് മേളിലോട്ട് സിബ്ബാണ് വരുന്നത്, താഴോട്ട് തുണിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിബ്ബൊക്കെ എത്ര ഇഞ്ച് എടുക്കണം എന്നുള്ള അളവ് അറിയണമെങ്കിൽ നമുക്ക് ആ അടയാളം ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കുക റൗണ്ട് എത്രയുണ്ടെന്ന്. 18 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് 18 ഇഞ്ച് നീളത്തിൽ സിബ്ബും വേണം, 18 ഇഞ്ച് നീളത്തിൽ തുണിയും വേണം. അപ്പോൾ ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് അതിൻ്റെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും ചേർത്ത് വെച്ച് 4 അരികും ഇടയ്ക്കൂടെ തയ്യലിട്ടെടുത്തതാണ് കേട്ടോ. അങ്ങനെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ആ തുണിയുടെ നീളം 18 ഇഞ്ചാണ്. പിന്നെ ആ തുണി എടുത്തിരിക്കുന്ന വീതി 6.5 ഇഞ്ചാണ്. അതിനകത്ത് നമുക്ക് ഒന്ന് സിബ്ബ് പിടിപ്പിക്കാനുള്ള തുണിയാണ്, ഒന്ന് സിബിൻ്റെ താഴോട്ട് വരുന്ന തുണിയാണ്. അപ്പോൾ സിബ്ബ് നടുക്ക് ഭാഗത്തായിട്ട് ആ തുണിയുടെ വരും. അപ്പോൾ ആ തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അത് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യുക. നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്താണ് ഈ സിബ്ബ് പിടിപ്പിക്കുന്നത്. അപ്പോൾ സിബ്ബ് എടുത്തിരിക്കുന്നത് 18 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡ് സിബ്ബ് വെച്ച് തയ്ച്ച് കട്ട് ചെയ്ത് മാറ്റിയ തുണി അടുത്ത സിബിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സിബ്ബ് തയ്ച്ചെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത തുണി എടുത്ത് അതിൻ്റെ മേളിലേക്ക് സിബ്ബ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ആ സിബ്ബ് ഒന്ന് ഇതുപോലെ നല്ല ഭാഗമാക്കിയിട്ട് അതിൻ്റെ അരികത്തോടൊന്ന് പതിച്ച് തയ്ച്ചേക്കണേ. അപ്പോൾ ആ പതിച്ച് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു തുണി സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അരികത്തോടെ തന്നെ നേരെ തയ്ച്ചിട്ട് അതിന് ശേഷം അത് നല്ല വശമാക്കിയതിന് ശേഷം നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ചും കൂടെ തയ്ക്കണം കേട്ടോ.
അപ്പം ഞാൻ ഈ ലഞ്ച് കിറ്റ് തയ്ക്കാനായിട്ട് തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ കവർ നല്ല കട്ടിയുള്ള കവർ നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ കവറില്ലാത്തവർക്ക് നമ്മുടെ അരിച്ചാക്കുണ്ടല്ലോ, അരിച്ചാക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കിറ്റ് തയ്ക്കുന്ന സമയത്ത് കിറ്റിനൊരു ബലം ഉണ്ടാകത്തില്ല. ഒന്നെങ്കിൽ അരിച്ചാക്കോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതാ സിബ് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്ക് ഭാഗം നല്ല ഭാഗത്ത് ഞാനിതാ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വള്ളി പിടിപ്പിച്ച തുണി എടുക്കുക. ആ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ടല്ലോ, ആ ഒരു പീസും എടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സിബ് പിടിപ്പിച്ച തുണിയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 2 പീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിബ് പിടിപ്പിച്ച ആ ഒരു തുണി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിബ് പിടിപ്പിച്ച തുണിയുടെ മേളിലോട്ട് നടുക്ക് ഭാഗത്തോട്ട് മാർക്ക് ചെയ്ത് ഈ ഒരു തുണി എടുത്ത് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ആ മേൽ ഭാഗം മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി ഇതുപോലെ നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ടാണ് തയ്ച്ച് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം നേരെ നടുക്ക് ഭാഗത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത പീസും അതേപോലെ തന്നെ നടുക്ക് ഭാഗത്തോട്ട് ആ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ തയ്ച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ 2 പീസും ആ സിബിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുവേ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഇനി നമുക്ക് അടുത്ത പീസ് തുണിയുണ്ടല്ലോ, അതേപോലെ തന്നെ അളവിലുള്ള 18 ഇഞ്ച് നീളം 6.5 ഇഞ്ച് വീതിയിലെടുത്തിരിക്കുന്ന തുണി, ആ തുണിയും കൂടെ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ സിബിൻ്റെ ഭാഗത്ത് പിടിപ്പിച്ച തുണി ഒന്ന് താഴ്ഭാഗം രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നടുക്ക് ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന ആ ഒരു തുണിയുടെയും കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഒരുപോലെ വരുന്ന പോലെ ഇതാ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് അവിടവും ഇപ്പോൾ നമ്മൾ ആദ്യം നടുക്ക് ഭാഗം മാത്രം നേരെ തയ്ച്ച് വെച്ചില്ലേ, അതേപോലെ തന്നെ ഈ ഒരു തുണിയും അതേപോലെ തന്നെ നടുക്ക് ഭാഗം തയ്ച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഭാഗം ഇതാ നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പീസ് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ടാക്കി ഇതാ ഇതുപോലെ വയ്ക്കുക. ആ കറക്റ്റ് മാർക്ക് ചെയ്ത ഭാഗമായിട്ട് ഇതുപോലെ നേരെ വെച്ചിട്ട് അവിടെ ഒന്ന് നേരെ ഒന്ന് തയ്ച്ച് വെക്കുക കേട്ടോ. അടുത്തത് നമുക്കിനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ തുണി ഇങ്ങനെ എടുത്തിട്ട് നമ്മളിപ്പോൾ ആ നീളത്തിൽ പിടിപ്പിച്ച ആ തുണികൾ തമ്മിൽ ഇതാ ഒരുപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 അരികും ഒന്ന് നമുക്ക് തയ്ച്ച് വെക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് 2 അരികും അത് കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സൈഡും അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടല്ലോ. നീളത്തിലുള്ള തുണി 2 സൈഡിൽ നിന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ 2 അരികും മാത്രം നമുക്ക് ഇതാ ജോയിൻ്റ് ചെയ്താൽ മതി. 2 ഭാഗം മാത്രം 2 സൈഡിലെയും ഇതുപോലെ എടുത്തിട്ട് അങ്ങ് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അത്രയും കൂടി മാത്രമേ ഉള്ളൂ ഇതിന് ഇനി തയ്യൽ കേട്ടോ. അപ്പോൾ ഇനി അത് അത്രയൊന്ന് തയ്ച്ചെടുക്കുക. അതുപോലെ ഇത്രയും കട്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സാധാ മെഷീനിൽ വെച്ച് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഇതിന് മുമ്പ് ഓരോ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുമായിരുന്നു. അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ തയ്ക്കുന്നത് സാധാ ഒരു മെഷീനിലാണ് കേട്ടോ. കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു മെഷീനിൽ വെച്ച് തയ്ക്കാറുണ്ട്. അതിന് വേണ്ടി പ്രത്യേക സൂചിയൊന്നും ഞാൻ മാറ്റിയിടാറില്ല. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത്രയും നല്ല കിറ്റൊക്കെ നിങ്ങൾക്ക് തയ്ച്ച് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകുകയോ ഇത് നമ്മുടെ മെഷീനിൽ തയ്ക്കാൻ പറ്റും, സാധാ മെഷീൻ ഉള്ളവർക്ക് ഇത് തയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വരുന്ന ആൾക്കാരുടെ അടുത്താണ് കേട്ടോ ഇത് ഞാനീ പറയുന്നത്. ഒരു കുഴപ്പമില്ല, നമ്മുടെ സാധാ മെഷീനിൽ ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് കിറ്റിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ സിബിൻ്റെ ഭാഗത്തു നിന്നാണ് ഓപ്പൺ ആക്കിയിട്ട് നല്ല വശമാക്കി എടുക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു കിറ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയല്ലേ ഈ ഒരു കിറ്റ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. എന്തിനാണ് നമുക്ക് ഇനി ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേനും കാശ് കൊടുത്ത് നമ്മൾ കിറ്റൊക്കെ ഇനി മേടിക്കാൻ നിൽക്കുന്നത്? നല്ല തുണിയിൽ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കടയിൽ നിന്ന് നമുക്ക് കിറ്റ് മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ.
കിറ്റിനകത്തോട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ച് കാണിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുന്ന വെള്ളം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിലാണ് ഞാനിത് വെച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ സ്നാക്സ്, ലഞ്ച്, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ബാഗിനകത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. ഇത് കണ്ടോ, കാണാനും നല്ല ഭംഗിയുള്ളൊരു കിറ്റല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സാധാ മെഷീനിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കിറ്റ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വർഷം ആരും കാശ് കൊടുത്ത് കിറ്റൊന്നും മേടിക്കാൻ നിൽക്കണ്ട. തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴയ ഒരു തുണിയിൽ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ലഞ്ച് കിറ്റ് തയ്ച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.